ഈ കേട്ട ചിന്തകളോട് ചേർത്ത് ഒരു വാക്കുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു സങ്കീർത്തനം 103 Psalms chapter 103 verses 3. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അകൃത്യം എന്ന പദം നമുക്കറിയാം, കൃത്യമല്ലാത്തത്, അല്ലെങ്കിൽ ഒരു ലംഘനം, ചെയ്തുകൂടാത്തത്, നിബന്ധനയ്ക്ക് വിധേയമാകാത്തത്. മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം നാം എടുത്ത് നോക്കുമ്പോൾ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും, മനോഹരമായ ഒരു ശരീരവും അവന് കൊടുത്തിരുന്നു. ആ തോട്ടത്തിലുള്ള എല്ലാ മരങ്ങളുടെ പഴങ്ങളും അവന് തിന്നാം, യഥേഷ്ടം അവൻ ഉപയോഗിക്കാം. എന്നാൽ ദൈവം ഒരേ ഒരു നിബന്ധന മാത്രമാണ് കൊടുത്തത്, ആ നടുവിലുള്ള വൃക്ഷത്തിന്റെ പഴം. എന്നാൽ അവൻ അത് ലംഘിച്ചു, അവിടെ അകൃത്യം കടന്നു വന്നു. ആ നിയമലംഘനത്തിന്റെ ഫലമായിട്ട് പാപം എന്ന രോഗമാണ് അവന്റെ ഉള്ളിലേക്ക് കയറി വന്നത്. നാം ഇവിടെ വായിക്കുന്നു, നമ്മുടെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ഇന്ന് പല രോഗങ്ങളും മനുഷ്യന് കാണാൻ സാധിക്കും, പല രോഗലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ആ ഒരു രോഗമല്ല അവിടെ ബാധിച്ചത്, പാപം മൂലം കടന്നു വന്ന ആ രോഗം. ആ രോഗത്താൽ മനുഷ്യൻ ഇന്ന് പാപിയായിത്തീർന്നു. എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാം, നാം പാടിയതുപോലെ, ഇപ്പോൾ കേട്ടതുപോലെ, ആ കാൽവറി മലയിൽ നമുക്ക് വേണ്ടി ബലിയായിത്തീർന്ന കർത്താവ്, സ്വന്തം പിതാവിനാൽ കൈവിടപ്പെട്ടവനായി, പിതാവിന്റെ ആ കോപത്തീയിൽ എരിയപ്പെട്ടവനായി നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് വേണ്ടി ആ കാൽവറി മലയിൽ, ആ മൂന്നാണികളിൽ, ഇരുകള്ളരുടെ നടുവിൽ നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു കർത്താവിന് അവിടുന്ന് ആ കുരിശിന്മേൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു, എങ്കിൽ പോലും നമുക്ക് വേണ്ടി അവനെല്ലാം സഹിച്ചു. ഇവർ ചെയ്ത് എന്തെന്ന് അറിയാതിരിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ്. ഇന്ന് ഈ പ്രഭാതത്തിൽ, മനോഹരമായ പ്രഭാതത്തിൽ, നമുക്ക് ആരോഗ്യത്തോടും സുഖത്തോടും കൂടെ നമ്മുടെ പാപരോഗങ്ങളെ ക്ഷമിച്ചവനായ ആ കർത്താവിന്റെ മുമ്പിൽ നാം കൊണ്ടുവന്ന എല്ലാ സ്തുതി സ്തോത്രയാഗങ്ങളും നമുക്ക് അർപ്പിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. ദൈവനാമത്തിൽ